വരെയും തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും ഏതു നേരത്തും കൂടെ വരും. എന്റെ ഖേദങ്ങൾ തീർത്തു തരും. ഏതു നേരത്തും കൂടെ വരും. എന്റെ ഖേദങ്ങൾ തീർത്തു തരും. എത്ര നല്ല മിത്രമീശു എനിക്കെന്നും മതിയായും. എത്ര നല്ല മിത്രമീശു എനിക്കെന്നും മതിയായവൻ. തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും ഏറെ നാളുകളിൽ ലിഹത്തിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ. ഏറെ നാളുകളിൽ ലിഹത്തിൽ എന്റെ സ്വർഗീയ പാർപ്പിടത്തിൽ. എത്തും വേഗം ദുഃഖം തീരും. ഏറിടുന്നു ആശയങ്ങൾ. എത്തും വേഗം ദുഃഖം തീരും. ഏറിടുന്നു ആശയങ്ങൾ. തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും തൃക്കരങ്ങൾ എന്നെ നടത്തും. അക്കരെ ഞാൻ ചേരും വരെയും. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആത്മീയ ഗീതങ്ങൾ എന്ന പാഠ്യപുസ്തകത്തിന്റെ പ്രസാധക കുറിപ്പിന്റെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: ദൈവമക്കളുടെ ആശ്വാസത്തിനും ആത്മീക അഭിവൃദ്ധിക്കും സഹായിക്കുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഒന്നാണ് ആത്മീയ ഗീതങ്ങൾ. തീർച്ചയായിട്ടും ആ വാക്കുകളെ ശരിവെക്കുന്നതായിരുന്നു ഇന്നത്തെ ഗാനം. എല്ലാ ഗാനങ്ങളും അങ്ങനെ തന്നെയാണ്. തൃക്കരങ്ങൾ നമ്മെ നടത്തും. തീർച്ചയായിട്ടും ഒടുവിൽ നമ്മുടെ പ്രാണപ്രിയനോട് അണിയുന്നത് വരെ നമ്മെ നടത്താൻ, അതിനുശേഷവും നമ്മെ നടത്താൻ ശക്തമായ കരങ്ങളിലാണ് നാം ആശ്രയിച്ചിരിക്കുന്നത്. പ്രിയ മക്കളോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്ന് നാം വചനത്തിന് മുൻപിൽ ആയിരിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി, കഴിഞ്ഞ ചില ആഴ്ചകളായി പ്രിയ ലൗലി ചേച്ചിയിൽ നിന്ന് നാം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവാഞ്ചലിസം, സുവിശേഷീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ ശക്തമായി ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ചേച്ചിയെ ഇന്നും വളരെ ക്ഷേമത്തോടെ സൗഖ്യത്തോടെ പ്രിയ ചേച്ചിയെ ദൈവം നമ്മുടെ ഇടയിൽ കൂട്ടിവരുത്തിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പ്രിയ ചേച്ചിയെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സന്ധ്യാസമയം നമുക്ക് വീണ്ടും ഇങ്ങനെ ദൈവവചന പഠനത്തിന്റെ മുമ്പിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾ നമുക്ക് ക്ലാസ് നടന്നില്ല. കഴിഞ്ഞ ആഴ്ചയിൽ കോൾഡ് അല്പം പ്രയാസമായിട്ട് വന്നതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. എങ്കിലും ദൈവമക്കളുടെ പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമായി മാറി. വലിയ ആശ്വാസം ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മളിതുവരെ പഠിച്ച ഭാഗങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ ഗൗരവപരമായ ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ സുവിശേഷീകരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു കാതൽ സന്ദേശം. കാതൽ എന്ന് പറയുന്നത് സുവിശേഷമാണ്, അല്ലെ? ദൈവവചനത്തിന്റെ കാതൽ എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഒരുപക്ഷെ അത് പഠിക്കാനുള്ള ഒരു അവസരവും ഭാഗ്യവും ഒക്കെ നമുക്ക് ലഭിച്ചു, അതറിയാനുള്ള അവസരം നമുക്ക് ലഭിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ലീഡ് ചെയ്ത പ്രിയ അക്സമോള് പാട്ടുപാടിയ 2 കുഞ്ഞുങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. വളരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ ഒന്നാണ് അവർ പാടിയത്. ദൈവം ആ കുഞ്ഞുങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് തുടർന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ, ഈ വിഷയത്തെ കുറിച്ചാണ്
ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരിക്കും, ഈ ലവിൽ കുറെ നാളായിട്ട് ഇങ്ങനെ പ്രാരംഭ സഭയുടെ സുവിശേഷീകരണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ കൊതിപ്പിച്ച് നിർത്തുകയാണ്, ഇതുവരെയായിട്ടും അങ്ങോട്ട് കയറിയില്ലല്ലോ എന്ന്. ഞാൻ ഈ പ്രാരംഭ സഭയുടെ സുവിശേഷീകരണം എന്നുള്ള വിഷയം എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോഴൊക്കെ അത് കുറെ കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം, പോസ്റ്റ്പോണ്ട് ചെയ്ത് പോകണമെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലിരുന്നു. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പിന്നെ സഭ സംബന്ധമായ വിഷയങ്ങളൊന്നും പറയാതെ അങ്ങ് പോകാമെന്നാ വിചാരിച്ചത്. പക്ഷേ കുറെ കൂടെ ഓരോ ദിവസവും പഠിക്കും തോറും ഈ സുവിശേഷീകരണത്തിൽ പ്രാദേശിക സഭയുടെ പങ്കെന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ്. നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകുന്നത് അങ്ങേയറ്റം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതൊന്നും പറയണ്ട, അല്ലാതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതൊന്നും മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വീണ്ടും ഈ വിഷയങ്ങളൊക്കെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതൊന്നും പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പം ആ ഒരു ഘട്ടത്തിൽ നമുക്ക് പ്രാരംഭ സഭയുടെ സുവിശേഷീകരണം രണ്ടും കൂടെ പിന്നെ കമ്പൈൻ ചെയ്തെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം സ്റ്റെപ്സ് ഓഫ് ഇവാഞ്ചലൈസേഷൻ അല്ലെ, സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ. എന്തെങ്കിലും ഐഡിയ ആ വിഷയത്തെ കുറിച്ചുണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് ഒരു പടികൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ വർഷം, ഏതാന്ന് ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയുന്ന മേരുമാമയായിരുന്നു, ഡാർലി ആന്റി, രണ്ടുപേരും ഇപ്പം മിണ്ടുന്നേ ഇല്ല. കഴിഞ്ഞ വർഷം നമ്മൾ ചില പടികളൊക്കെ പഠിച്ചാന്ന് ഓർക്കുന്നുണ്ടോ? വ്യാഖ്യാനത്തിന്റെ ചില പടികൾ അല്ലേ? ഈ വർഷം നമ്മൾ പഠിക്കുന്നത് സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ. എന്തെങ്കിലും ഐഡിയ അതിനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ തോന്നുന്നു? നിങ്ങൾ എന്താ എല്ലാവരും പിണങ്ങിയിരിക്കുന്നത്? എന്നോട് ദേഷ്യമാ? ഒരു മൈൻഡ് ഇല്ലാതിരിക്കുന്നേ? ദേഷ്യമൊന്നുമില്ല അല്ലേ? ഓക്കെ, എന്നാ പിന്നെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാം. മേരിയാന്റിയുടെ അവസ്ഥ എനിക്കറിയാം, അത് വിട്ടിരുന്നോട്ടെ. അപ്പം നമുക്ക് ഈ സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ, സുവിശേഷം പറയുമ്പോൾ നമ്മൾ ആത്യന്തികമായിട്ടും പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന വിഷയം എന്തായിരിക്കും? എന്തിനെ കുറിച്ചായിരിക്കും? യേശുക്രിസ്തുവിനെ കുറിച്ച്. യേശു ക്രിസ്തുവിനെ കുറിച്ച്. പിന്നെ ക്രൂസിലെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറയും. പിന്നെ സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്, കർത്താവിന്റെ വരവിനെ കുറിച്ച്, പാപത്തെ കുറിച്ച്. പാപത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തിനെ കുറിച്ച് പറയും? രക്ഷയെ കുറിച്ച് പറയും. രക്ഷകന്റെ ആവശ്യത്തെ കുറിച്ച്. രക്ഷയുടെ ആവശ്യകതയെ കുറിച്ചാണ് വാസ്തവത്തിൽ നമ്മൾ സുവിശേഷീകരണം എന്ന വിഷയത്തിന്റെ പ്രധാന വിഷയം, രക്ഷ എന്ന വിഷയം, സാൽവേഷൻ. നമ്മൾ ഈ സോറ്റീരിയോളജി അല്ലെങ്കിൽ എന്താ പറഞ്ഞാലോ രക്ഷാതത്വശാസ്ത്രം അത് പഠിക്കുമ്പോൾ രക്ഷയുടെ ത്രികാല അനുഭവങ്ങൾ, ഇതൊക്കെ നമ്മൾ അതിൽ പഠിക്കാനായിട്ട് പറ്റും. ഒരു വാസ്റ്റ് സബ്ജക്റ്റ്, നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ രക്ഷാതത്വശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രക്ഷ എന്ന വാക്ക് നമുക്കൊരു ഏകവാക്യത്തിലോ ഏകവചനത്തിലോ ഒന്നും പറഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. വളരെ ഗൗരവമായിട്ട്, വളരെ ആഴമായിട്ട്, എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞ് നമ്മൾ കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഈ രക്ഷ എന്നുള്ളത്. സുവിശേഷീകരണം എന്ന വിഷയം പഠിക്കുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് രക്ഷ എന്താണ്, എന്താണ് രക്ഷ, രക്ഷയുടെ ആവശ്യകത എന്താണ്, രക്ഷയുടെ പ്രാധാന്യം എന്താണ്, രക്ഷിക്കപ്പെട്ടാൽ എന്താണ്, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ്, ആർക്കാണ് രക്ഷ, രക്ഷ നിന്നു പോകുമോ, രക്ഷയുടെ ഭദ്രത എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു പുസ്തകം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ മലയാളത്തിലൊരു പുസ്തകം, എല്ലാവർക്കും വാങ്ങിക്കാനും വായിക്കാനും എളുപ്പമുള്ളൊരു പുസ്തകം, നമ്മുടെ പി എസ് തമ്പാച്ചാൻ എഴുതിയ പാപമോചനം എന്നൊരു പുസ്തകമുണ്ട്. വളരെ നല്ലൊരു പുസ്തകമാണ്, ഞാൻ വായിച്ചിട്ടുണ്ട്, അതിന്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്. നല്ലൊരു പുസ്തകമാണ് അത്. രക്ഷാതത്വശാസ്ത്രമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ, പിന്നെ സത്യരക്ഷാ പ്രബോധിനി അല്ലേ, നമ്മുടെ പഴയ പുസ്തകമാണ്. അതൊക്കെ ഇതിന് നന്നായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന പുസ്തകമാണ്. അപ്പോൾ സമ്പൂർണമായ ഒരു രക്ഷയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട്.
പരീക്ഷ എന്താണ് അതിനെക്കുറിച്ച് ഗൗരവപരമായിട്ട് ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. ഈ ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് കിട്ടുന്നില്ല. ഒരു പക്ഷെ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. അപ്പം ഈ രക്ഷയെക്കുറിച്ച് കേൾവിക്കാരന് മനസ്സിലാകുന്ന തരത്തിൽ, അവർക്ക് അംഗീകാരയോഗ്യമായ തരത്തിൽ അവരോട് ഈ കാര്യം പറയുകയും ഇത് കേട്ടിട്ട് അവർ ഒരു രൂപാന്തരത്തിലേക്ക് വരികയും ചെയ്യുന്നതിന് വേണ്ടി ഇത് പറയുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട ചില പ്രായോഗിക നിർദ്ദേശങ്ങളുണ്ട്. നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സുവിശേഷം പറയാനായിട്ട് പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? സുവിശേഷത്തിന്റെ കേൾവി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിയും. ഹിയറിംഗ് ഓഫ് ഗോസ്പൽ. ഇത് രക്ഷയിലേക്കുള്ള ആദ്യത്തെ പടിയാണ്, സുവിശേഷത്തിന്റെ കേൾവി എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഒരു വാക്യം ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനിൽ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മതി മതി. അപ്പൊ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അല്ല, ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? അല്ലെ? എന്നിട്ട് അതിന്റെ പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കേൾവിയാലും കേൾവി. അപ്പൊ ആരെങ്കിലും ഒക്കെ ഇത് പറയണം, അത് മസ്റ്റാണ്. ഈ പണ്ട് ഒരിക്കലും ഒരു സഭയിൽ ഇങ്ങനെ പറയുന്ന കേട്ടു, നമ്മളിങ്ങനെ സുവിശേഷം പറയാൻ പോണോന്നൊന്നുമില്ല, നമ്മളെല്ലാവരും കൂടെ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, സഭയിലേക്ക് ആത്മാക്കളൊക്കെ വന്നോളൂ എന്ന്. പക്ഷെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാമോ? റെഫറൻസ് ഒന്നും കൂടെ പറയാമോ? മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. ആരെ തെരഞ്ഞെടുത്തു? ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഈ പ്രസംഗിക്കുക എന്ന് പറയുന്നത് അവര് ഈ നമ്മുടെ കൃഷ്ണൻകുട്ടിച്ചാനെ പോലൊക്കെ വലിയ പ്രഭാഷകരാകണം എന്നുള്ള അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഗോസ്പൽ എന്ന വാക്കിന് സാധാരണ നിലയിൽ ഇങ്ങനെ ചുരുക്കി പറയാറുണ്ട്, ഗോ ആൻഡ് ടെൽ, അല്ലെ? പോയി പറയുക. ഇപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രസംഗിക്കുവാനും എന്നൊക്കെ പറയുമ്പോൾ അവരിൽ നല്ല നല്ല മികച്ച പ്രസംഗകരുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ സുവിശേഷീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്ന വിഷയം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, അവിടെ പത്രോസൊക്കെ എത്ര നന്നായിട്ടാ മെസ്സേജ് പറയുന്നത്, അല്ലേ? അവരുപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോ? അതുപോലെ തന്നെ പൗലോസൊക്കെ അരവേഗ കുന്നിന്മേലൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗവാചകങ്ങൾ, അതൊക്കെ നമ്മൾ വാസ്തവത്തിൽ ഗ്രീക്കൊക്കെ അറിയാവുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വായിക്കുമ്പോൾ എത്രയോ ആഴമുള്ള കാര്യങ്ങളാണ് അവർ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയും പ്രഭാഷണത്തിൽ നല്ല മികച്ചവരായിരുന്നു. പത്രോസിനെ കുറിച്ചൊക്കെ സാധാരണ പറയാണ്, പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, പക്ഷെ ദൈവം അവരെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, സുവിശേഷം പറയണം. സുവിശേഷം പറയാതെ, സുവിശേഷം അവരുടെ ചെവികളിൽ എത്താതെ, അവർ കേൾക്കാതെ അവരതിൽ വിശ്വസിക്കുകയില്ല. ഇപ്പൊ സുവിശേഷം ആര് പറയണം? സുവിശേഷം അങ്ങനെ പറയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ശരിയാ, ദൈവത്തിന്റെ വചനത്തിൽ അങ്ങനെ നിർബന്ധമൊന്നും നമ്മൾ കാണുന്നില്ല. നിങ്ങൾ പോയി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും, ശിക്ഷാ നടപടികളുണ്ട് എന്നൊന്നും നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നില്ല. പക്ഷെ പൗലോസ് അത് തന്റെ ജീവിതത്തിലൂടെ അത് വ്യക്തമാക്കുന്നു. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, വ്യക്തമായിട്ട് അത് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ സന്ദേശം നമ്മൾ അറിയിച്ചെങ്കിൽ മാത്രമേ ആരെങ്കിലും ഒക്കെ അത് കേൾക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റോമാലേഖനത്തിൽ നമ്മൾ കണ്ട കാര്യം എന്താണ്? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇത് പറയുമ്പോൾ നമുക്ക് മറ്റൊരു വാക്യം കൂടെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എനിക്ക് വേണ്ടി പോകും. ഒരു ചോദ്യമാ, അല്ലേ? അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്ന കാര്യം എന്താന്ന് ചോദിച്ചാല്, നമ്മൾ പോയി പറയണം,
കേൾവിയാലാണ് സുവിശേഷത്തിലേക്ക്, രക്ഷയിലേക്ക് ജനങ്ങൾ, വ്യക്തികൾ എത്തുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ കേൾവി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ അത് പറയാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ അവരോട് സുവിശേഷം പറയുമ്പോൾ അവർക്ക് പാപത്തെക്കുറിച്ച് പരിജ്ഞാനം നൽകണം. ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് സിൻ, അല്ലെ? പാപത്തെക്കുറിച്ച് അവർക്ക് പരിജ്ഞാനം നൽകണം, പാപത്തെക്കുറിച്ച് അവർക്ക് ബോധം വരണം. ഈ ചില ആഴ്ചകൾക്ക് മുമ്പായിട്ട് എന്നോട് ഒരാൾ ചോദിച്ചു, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ സുവിശേഷം പറയാതെ രോഗസൗഖ്യം തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മറുപടി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് സുവിശേഷം പറയുന്നത് ശരിയാണോ എന്നൊക്കെ. ഞാൻ പറഞ്ഞ നമ്മുടെ ഇടയിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല, പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും പല സഭാ വിഭാഗങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞ് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറും, എല്ലാ ക്ഷീണങ്ങളും മാറും. അങ്ങനെ ഒന്നും നമുക്ക് സുവിശേഷം പറയാനായിട്ടില്ല. അങ്ങനെയല്ല സുവിശേഷം പറയേണ്ടത്. ഇല്ല, നമ്മുടെ പ്രശ്നങ്ങൾ എവിടെ ചെന്നാലാ മാറാത്തെ? ഇന്ന് പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഒരുപാട് വഴികൾ ഇന്ന് ലോകത്തിലുണ്ട്. പക്ഷെ മനുഷ്യന്റെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത് അതല്ല. മനുഷ്യന്റെ കാതലായ പ്രശ്നം എന്താണ്? പാപമാണ്, അല്ലെ? അവൻ പാപിയാണെന്നുള്ളതാണ് വസ്തുത. ആ പാപത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാത്ത ഒരു സുവിശേഷം പറച്ചിലും സുവിശേഷമല്ല. പാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നില്ലെങ്കിൽ അത് യേശുക്രിസ്തുവിന്റെ സന്ദേശമല്ല. പൗലോസ് അത്ര വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലേ, നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക്, അല്ലെ, വേറൊരു സുവിശേഷം എന്നൊക്കെ പൗലോസ് പറയുന്നുണ്ട്. അപ്പം ഈ സുവിശേഷം എന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇതല്ലാത്ത മറ്റൊന്ന് ഇവിടെ പ്രചരിച്ചിരുന്നു അന്നേ, ഇന്നും അതുണ്ട്. സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷമാണെന്നും പറഞ്ഞ് പ്രചരിക്കുന്ന പലതുമുണ്ട്. പക്ഷേ പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനെ കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കരഗതമാകുന്ന നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്നില്ലെങ്കിൽ അത് സുവിശേഷമല്ല. അതുകൊണ്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന, നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് പാപം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. അതായത് ലോകത്തിന് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ അതിന് പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാ പാപിയാകുന്നേ, ഇല്ലേ? ഈ നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന ഒരു 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 ISRA വർക്ക് ചെയ്ത ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അങ്ങ് മറന്നുപോയി. ജിൻസി ഓർക്കുന്നുണ്ട്? എന്തോ ഒരു സാറാ, പുള്ളിയുടെ സാറെന്നാ പുള്ളി അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം മരിച്ചുപോയി കഴിഞ്ഞ മുമ്പത്തെ വർഷം. അപ്പൊ അദ്ദേഹം പറയാമായിരുന്നു, എടാ, ഒരാദാമും ഹവ്വയും പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ പാപിയാകും? അവിടെ ക്രിസ്ത്യാനിത്വത്തിനെതിരെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. ഒരാദാമും ഹവ്വയും പാപം ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പാപിയാകുന്നത്? അപ്പൊ ഈ പാപം എന്ന വിഷയത്തെക്കുറിച്ച് എല്ലാവരും പ്രകൃതിയാൽ പാപികളല്ല എന്നുള്ള ഒരു ധാരണ കർത്താവിൽ വിശ്വസിക്കാത്തവർക്ക്, അല്ലെങ്കിൽ ബൈബിൾ വിശ്വസിക്കാത്തവർക്ക് അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പാപത്തെക്കുറിച്ച് വ്യക്തമായ ബോധം വരുത്താനായിട്ട് നമുക്ക് കഴിയണം. മനുഷ്യൻ എങ്ങനെയാണ് പാപികളായത്, മനുഷ്യൻ എങ്ങനെയാണ് പാപ സ്വഭാവത്തിലേക്ക് പ്രവേശിച്ചത്, പാപം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരോട് പറയാനായിട്ട് നമുക്ക് കഴിയണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ ഗോഡ്സി മോളെ? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ, അല്ലെ? ഇത് നമ്മൾ വ്യക്തമാക്കി കൊടുക്കണം. അതിന് നമ്മളിപ്പോ എന്തൊക്കെ പഠിക്കണമെന്നുണ്ട്? നമ്മൾ ഇത്ര നേരം പറഞ്ഞു സുവിശേഷം അറിയിക്കണമെന്നുണ്ടെങ്കിൽ രക്ഷയെക്കുറിച്ച് നമ്മൾ അറിയണം. ഇപ്പൊ എന്താണ്? പാപത്തെക്കുറിച്ചും വളരെ നല്ല സ്റ്റഡി നമുക്കുണ്ടാവണം, അല്ലേ? പാപത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ശരിയായ നിലയിൽ നമുക്ക് സുവിശേഷീകരണം നടത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10-ാം വാക്യം. റോമർ 3:10. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ, പാപത്തിന്റെ അവസ്ഥ. ഇനി 23-ാം വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു
ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഓക്കെ, വിശദീകരിക്കുന്നില്ല. 5-ാം അധ്യായം 12-ാം വാക്യം. 5-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഓക്കെ, എങ്ങനാ പാപം വന്നത് ലോകത്തില്? ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം. അപ്പൊ ഇതെല്ലാം നമുക്ക് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തിയോട് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിന്തിച്ചു നോക്കിയേ, സുവിശേഷം പറയുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നേച്ച് യേശു കർത്താവ് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറഞ്ഞേച്ച് ഇറങ്ങിപ്പോരുന്ന പരിപാടിയാണോ? എന്തെല്ലാം കാര്യങ്ങൾ അതിലല്ലേ. നമ്മൾ വളരെ സമയം നമുക്ക് ആവശ്യമാണ്, നമുക്ക് വളരെ ക്ഷമ ആവശ്യമാണ്, നമുക്ക് അറിവുകൾ പ്രധാനമാണ്, എല്ലാറ്റിലുപരി ദൈവകൃപ നമുക്ക് അത്യാവശ്യമാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴേ നമുക്ക് നല്ല രീതിയിൽ ഇവരോട് സുവിശേഷം നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് പാപത്തെക്കുറിച്ച് പരിജ്ഞാനം അല്ലെങ്കിൽ അവയർനെസ്, അവബോധം നമ്മൾ അവർക്ക് കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് കുറ്റബോധം ഉളവാക്കുക. കുറ്റബോധം ഉളവാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുമോ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുറ്റബോധം ഉളവാക്കാൻ? അത് പരിശുദ്ധാത്മാവല്ലേ വാസ്തവത്തിൽ ചെയ്യേണ്ടത്. പിന്നെ നമുക്കെന്താ ചെയ്യാൻ പറ്റുന്നേ? അതാണ് നമ്മുടെ വിഷയം. നമ്മൾ ഈ പാപത്തെ കുറിച്ച് പാപം ഇങ്ങനെ കുറെ നിരത്തി വെച്ചു, അത് പാവമാ, ഇത് പാവമാ, അപ്പുറത്തെ പാവമാ, എല്ലാം പാവമാ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ പാപത്തെ കുറിച്ച് ഇങ്ങനെ വലിയൊരു സ്റ്റെപ്പ് അവിടെ നിരത്തി വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പാപബോധമൊന്നും ഉളവാകുന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴും അവർക്ക് പാപത്തെക്കുറിച്ച് വലിയ അനുതാപമൊന്നും തോന്നണമെന്നില്ല. പാപത്തെക്കുറിച്ച് വലിയ അറിവോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അനുതാപം തോന്നണമെന്നോ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പാപത്തിന്റെ കുറെ പട്ടിക നിരത്തിയത് കൊണ്ട് അവർക്ക് അനുതാപം ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പാപബോധം ഉണ്ടാവണമെന്നില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും അവർക്ക് പാപബോധം ഉണ്ടാവണമെന്നില്ല. എന്നാൽ പാപം ചെയ്യുന്നത് മുഖാന്തരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, അല്ലേ? അവരുടെ ജീവിതത്തിൽ അവർ നേരിടാൻ പോകുന്ന അനന്തരഫലങ്ങൾ, പാപത്തിന്റെ അനന്തരഫലങ്ങൾ എന്തെല്ലാമാണ്, അത് ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചാൽ അവർക്ക് കുറ്റബോധം അവരിൽ ഉളവാകും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ന്യായവിധിയെക്കുറിച്ചൊക്കെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പലരും പേടിച്ചു വിറച്ചൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ദേവദാസന്മാരെയൊക്കെ വിളിക്കുന്നത്, അല്ലേ? നമ്മൾ സുവിശേഷം ചില വീടുകളിൽ പറഞ്ഞ ശേഷം ചിലർ പറയും, അയ്യോ അന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം പാപത്തിന്റെ ഭീകരത അവരെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുക, വരിഞ്ഞു മുറുകുകയാണ്. അപ്പൊ ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ അനന്തരഫലം, അല്ലെ? യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നത് നിമിത്തം, പാപ ജീവിതത്തിൽ തുടരുന്നത് നിമിത്തം ലഭിക്കുന്ന അനന്തരഫലങ്ങൾ, അതിന്റെ നാശം എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവരിൽ ഒരു കുറ്റബോധത്തിന്റെ അംശമുണ്ടാകും. അല്ലാതെ നമ്മൾ എന്നിട്ട് ഇന്നിപ്പം വലിയൊരു പിന്നെ വലിയ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോസ്പിരിറ്റി തിയോളജി. അവിടെ പാപത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അവിടെ സമൃദ്ധി മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വന്നാൽ ദൈവം വിടുതൽ തരുന്നു. അത് നമ്മുടെ സമൂഹത്തെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ വീണ്ടും വീണ്ടും പാപികളാക്കിക്കൊണ്ടിരിക്കുക. കാരണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നതിന് പാപം ഉപേക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല, ആർക്ക് വേണേലും വരാം, ഇല്ലേ? കഴിഞ്ഞ ദിവസം UK വന്ന ഒരു സഹോദരൻ ഫാമിലിയുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, അവിടെ അവരുടെ അടുത്തൊരു ചർച്ച ഉണ്ട്. ആ ചർച്ചില് പിന്നെ പാസ്റ്റർ, ആ പുള്ളിക്കാരൻ അവിടെ ഞായറാഴ്ച രാവിലെ ഇറങ്ങി എന്ന് വെച്ചാൽ അതുവഴി പോകുന്നവർക്കെല്ലാം കർത്തൃമേശ കൊടുക്കുക. 7 വർഷത്തിന് മുമ്പ് റാന്നിയിൽ ഇത് നടന്നിട്ടുണ്ട്. സജിത് കണ്ണൂർ എന്നും പറഞ്ഞ ഒരു കൾട്ട്, ഒരു ദേവദാസൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഒരു സഹോദരൻ, അദ്ദേഹം ഇതുപോലെ പിന്നെ നമ്മുടെ റാന്നിയില് ഞായറാഴ്ച രാവിലെ അവിടെ എന്തോ ക്രൂസോടോ മറ്റോ നടക്കുകയായിരുന്നു. ഇതുപോലെ എല്ലാവർക്കും കർത്തൃമേശ അപ്പവും വീഞ്ഞും കൊണ്ട് കൊടുത്തു. അപ്പൊ വചനം എവിടെ നിൽക്കുന്നു, ഇവർ ചെയ്യുന്ന പ്രവൃത്തി എവിടെ നിൽക്കുന്നു? അപ്പൊ ഇങ്ങനെ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. കേരളത്തിലും ഇതൊന്നും ഒട്ടും കുറയല്ല. ഇപ്പൊ ഒരു സംഭവം ഇടയ്ക്കാണ്, ലിക്വിഡ് ഫയർ എന്നും പറഞ്ഞ സംഭവം ഇറങ്ങിയിട്ടുണ്ട്. ലിക്വിഡ് ഫയർ, എല്ലാവർക്കും എന്ത് കൊടുക്കുക, അഗ്നി കൊടുക്കുക. അപ്പൊ അതിന്റെ പുറകെ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാം ഇല്ലാതാവുന്ന എന്താണെന്നറിയാമോ? സത്യസുവിശേഷം ഇവിടെ എല്ലാം പിന്നെ പറയാനോ അത് കേൾക്കാനോ ഉള്ള സാധ്യതകളെല്ലാം നഷ്ടപ്പെടുന്നു. അനേകര് ഈ വ്യാജത്തിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്ര ഗൗരവമായിട്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നറിയാമോ? ഒരുപാട് പേരുടെ കണ്ണ് പിശാച് കുരുടാക്കിക്കൊണ്ടിരിക്കുക. സത്യവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മറന്നുള്ളൊരു പോക്കാണ് ഇന്നിവിടെ ഉള്ളത്. ഇന്ന് സഭകളിൽ വരുന്ന
ബ്രദറൻ സഭ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. പല സഭകളിലും ഭയങ്കര ജനമാണ്. ബ്രദറൻ സഭകളിലെ ആൾക്കാരാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് ഇത്ര ആൾക്കാർ അവിടെ കൂടുന്നത്? സത്യസുവിശേഷത്തിന് അവിടെ പ്രാധാന്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മൾ സഹോദരിമാർ സുവിശേഷം അറിയിക്കുമ്പോൾ വ്യക്തമായിട്ട് പാപവും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചും അവരെ ബോധവാന്മാരാക്കാൻ, ബോധമതികളാക്കാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്ക് ക്രിസ്തുവിൽ ലഭിക്കുന്ന പാപത്തെ ഉപേക്ഷിച്ച് ക്രിസ്തുവിങ്കിലേക്ക് വരുന്നവർക്ക് ലഭിക്കുന്ന ആത്മീയ നന്മകളെ കുറിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. നമ്മൾ ഊന്നി പറയേണ്ട ഒരു വിഷയമുണ്ട്. ദൈവത്തിന്റെ വചനം എല്ലാ കാലത്തും എപ്പോഴും ഏതു ഭാഗത്തും ആത്മീക അനുഗ്രഹങ്ങളെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നില്ല എന്ന വസ്തുത വ്യക്തമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ എത്തപ്പെട്ടിരിക്കുന്ന ഈ സമൂഹം ഒരു വല്ലാത്ത കാലഘട്ടമാണ്. ദൈവത്തിന്റെ വചനമൊക്കെ വളരെയധികം ഭൗതികവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായത്, അല്ലേ? ദൈവവചനത്തിന്റെ ആ യാഥാർത്ഥ്യത്തിൽ ഒന്നുമല്ല ഇന്ന് നടക്കുന്ന വചന ശുശ്രൂഷകളൊക്കെ. ഇതൊന്നും നമ്മുടെ ഇടയിൽ സംഭവിക്കാതിരിക്കട്ടെ. അതിന് നമ്മുടെ ഇടയിൽ ഒരു തയ്യാറെടുപ്പും ഒരു പ്രാർത്ഥനയും ഒരു പഠനവും ഒക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ കുറ്റബോധം അവരിൽ ഉളവാക്കണമെങ്കിൽ പാപത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും പറയാനായിട്ട് നമുക്ക് കഴിയണം. ഇനി അടുത്തത് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റുപറച്ചിൽ, കൺഫെഷൻ, അത് സംഭവിക്കണം. ഇപ്പൊ നമ്മള് ഈ പാപത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചും അതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും അവർ പാപത്തെക്കുറിച്ച് ബോധവാന്മാരായി തീരുകയും അതില് പിന്നെ അവർക്ക് ആ പാപത്തിൽ തുടർന്ന് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല, ഇല്ലേ? നമ്മൾ ഈ പ്രൊഡിഗൽ സണ്ണിന്റെ വിഷയം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, അവൻ സുബോധം വന്നിട്ട് അന്നേരം അവൻ അപ്പനെ കുറിച്ച് ഓർത്തു, അല്ലേ? സുബോധം വന്നപ്പോൾ വീട്ടിൽ നിന്ന് എൻ്റെ വീതം ഇങ്ങ് തന്നേരെ എന്ന് ചോദിക്കുമ്പോഴും വീട് വിട്ടിറങ്ങി പോകുമ്പോഴും ഉള്ള വസ്തുവകകളെല്ലാം പിന്നെ അവന് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെലവാക്കി അതൊക്കെ നശിപ്പിച്ച് കളയുമ്പോഴൊന്നും ഈ കുറ്റബോധം ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല, അല്ലേ? അന്നേരം ഒന്നും സുബോധം ഇല്ലായിരുന്നു. അന്നേരം ഒക്കെ താൻ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. പക്ഷെ ഒരു ദിവസം എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം, പന്നിക്ക് കൊടുക്കുന്ന ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ ഒരു ദിവസം അവന് സുബോധം വന്നു, അല്ലേ? ലൂക്കോസിന്റെ സുവിശേഷത്തില് 15ാം അധ്യായത്തിൽ അങ്ങനെയാ കിടക്കുന്നത്. അവന് സുബോധം വന്നു. അപ്പൊ ഈ സുബോധമാണ് നമ്മൾ സുവിശേഷം പറയുമ്പോൾ പാപത്തെക്കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതേ സുബോധമാണ് ഓരോ പാപിയാണെന്ന് പാപിയായിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെ ഹൃദയത്തിൽ തോന്നേണ്ടത്. അങ്ങനെ ഈ പാപത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പിന്നെ അവർക്ക് ആ പാപത്തെ തുടരാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഏറ്റുപറയേണ്ടത് വളരെ ആവശ്യമാണ്. ആ രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഇല്ല മോളെ, പറഞ്ഞല്ലേ? 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ദൈവമാണെന്നും അവൻ വിശ്വസ്തനും നീതിമാനുമാണെന്നുള്ള ആ സത്യം, ആ സാഹചര്യം, ആ അവസ്ഥകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരെ ഏറ്റുപറഞ്ഞ് കർത്താവിങ്കിലേക്ക് അടുത്തു വരാനായിട്ട് സാധിക്കും. ഇവര് ചില ഏരിയയിലൊക്കെ ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ അവരിങ്ങോട്ട് പറയും, ഞാൻ എന്നാ ചെയ്യണം, ഞാൻ പാപിയാ, എനിക്കിതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ, ഞാൻ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം നമുക്ക് വരാം. പക്ഷെ ചിലയിടത്ത് അത് സംഭവിക്കണമെന്നില്ല. അവർക്ക് ഇങ്ങനെ അവർ പാപിയാണെന്നൊക്കെ ബോധ്യം വന്നിട്ടുണ്ടാവും. പക്ഷെ അവർ നമ്മളോട് പറഞ്ഞൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. നമ്മൾ പാപിയാണെന്ന് തോന്നിയാൽ നമ്മളത് ഏറ്റുപറയണം, നമ്മൾ കർത്താവിനോട് സമ്മതിക്കണം, അല്ലേ? നമ്മൾ അങ്ങനെയൊക്കെ പറയാറില്ലേ? നമ്മൾ പാപിയാണെന്ന് ദൈവസ്ഥനിൽ നമ്മൾ സമ്മതിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ആ സംസാരത്തിലൂടെ അവർക്ക് അത് ആ ഏറ്റുപറച്ചിൽ എന്നൊരു വിഷയം ഉണ്ടാകും. ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ സുവിശേഷം അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക, ഏറ്റുപറയുക, ഇതൊന്നും ഒരു കാരണവശാലും
നിർബന്ധത്താൽ സംഭവിക്കേണ്ടതല്ല. ഓക്കെ, നിർബന്ധിച്ച് നമ്മൾ ആരെ കൊണ്ടും ഏറ്റു പറയിപ്പിക്കരുത്. അതുപോലെ തന്നെ അവർ വെറുതെ സുവിശേഷം കേൾക്കുമ്പോൾ, നമ്മൾക്കറിയാം ഈ ഫിലിം ഷോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പേടിക്കും. പ്രത്യേകിച്ച് ഈ ഹെല്ലിനെ കുറിച്ചൊക്കെ ഫിലിം ഷോ പണ്ടൊക്കെ അതൊക്കെ ഞങ്ങളുടെയൊക്കെ സ്കൂളുകളിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. നമ്മുടെ മണ്ണാർത്തറ കെ വി മാത്യു സാറൊക്കെ ഇതൊക്കെ കൊണ്ടുവരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് യേശുപ്പച്ചോ എനിക്ക് നീ മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ രക്ഷിക്കപ്പെടുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനൊന്നും ആവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് നമ്മൾ കമ്പല് ചെയ്തൊക്കെ ഇങ്ങനെ രക്ഷയെക്കുറിച്ചൊക്കെ ചിലരെ പറയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടേ ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അവർക്ക് അവരുടെ ജോലി തീർത്ത് പോകണമെന്നുള്ളതേ ഉള്ളെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനൊന്നും നമ്മൾ ആരെയും കമ്പല് ചെയ്ത് ഒരിക്കലും ഏറ്റു പറയിപ്പിക്കരുത്. അത് അവരുടെ ഹൃദയത്തിൽ നന്നായിട്ട് തോന്നി അവരെ ദൈവത്തിന്റെ ആത്മാവ് ആ രീതിയിൽ ഗൈഡ് ചെയ്ത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എനിക്ക് പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. പല ക്യാമ്പുകൾക്കൊക്കെ പോകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ചെല്ലും. പിന്നെ ഈ ടീച്ചേഴ്സൊക്കെ പറയും ഇത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേര്. ഞാൻ പലപ്പോഴും ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പൊ അത് ഈ നമ്മളങ്ങ് ഭയങ്കരമായിട്ട് കമ്പല് ചെയ്തൊന്നും കുഞ്ഞുങ്ങളെ ആ രീതിയിൽ കൊണ്ടുവരണം. മറിച്ച് അവരത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആത്മാവല്ലേ അവരിലും പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വരെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ അവർ രക്ഷിക്കപ്പെടട്ടെ. അതല്ലാതെ ഒരു ടീച്ചർ ഒരു ചേച്ചി പറഞ്ഞതുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്, രക്ഷിക്കപ്പെടരുത്. അക്സ ചേച്ചി പറഞ്ഞതുകൊണ്ട്, ഗോഡ്സ് ചേച്ചി പറഞ്ഞതുകൊണ്ട് ഗോഡ്സ് ചേച്ചി പറഞ്ഞതല്ലേ അങ്ങനൊന്നും ആരും രക്ഷിക്കപ്പെടരുത്. മറിച്ച് അവർ മനഃപൂർവ്വം അത് ഏറ്റെടുക്കുന്ന തരത്തിൽ മാത്രമേ നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാവൂ. അതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചിന്തിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ അഞ്ചാമതായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് രക്ഷയ്ക്കായുള്ള പരസ്യ പ്രസ്താവനയാണ് അടുത്തതായിട്ട് സംഭവിക്കേണ്ടത്. അല്ലേ? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയും, മരിച്ചവരിൽ നിന്ന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. അവിടെ നിന്ന് അങ്കളാണോ പറഞ്ഞു തരുന്നത് ഇടയ്ക്ക്? ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഞങ്ങൾ ഇന്നും പോയത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ രക്ഷിക്കപ്പെടും. ഓക്കെ, അപ്പോഴ് ഇതെന്താ ഇവിടെ സംഭവിക്കേണ്ടത്? ഇത് പരസ്യമായിട്ട് രക്ഷിക്കപ്പെട്ട വ്യക്തി ഇത് പറയണം. എന്താണ്? ഞാൻ എൻ്റെ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവുമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് ആ റോമലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്. അതായത് യേശു കർത്താവ് തന്റെ പാപങ്ങൾക്കായിട്ട് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് സ്വയമായിട്ട് ആ വ്യക്തി അത് പ്രസ്താവിക്കപ്പെടണം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഈ പടികളിലൂടെ, ഈ സ്റ്റെപ്സ് ആണ് നമ്മൾ അവലംബിക്കണം. ഞാൻ ലളിതമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹൃദയത്തിൽ ഈ തീരുമാനങ്ങൾ സമ്പൂർണമാകുമ്പോഴാണ് അത് വായ ഏറ്റുപറയുന്നത്. അല്ലെ? ഹൃദയം നിറഞ്ഞു കവിയുന്നതെന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ തീരുമാനം ഹൃദയത്തിൽ സമ്പൂർണമാണെങ്കിൽ അവരത് തുറന്നു പറയാനായിട്ട് അവരത് തയ്യാറാകും. അപ്പോ ആ രീതിയിൽ വേണം നമ്മുടെ ഓരോ വാക്കുകളും ഓരോ ചിന്തകളും ഓരോ പ്രവൃത്തികളും നമ്മൾ നടത്താനായിട്ട്. അല്ലാതെ പോയി അങ്ങോട്ട് എടുപടിയുന്ന പോയി കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു പോരാം, നമുക്ക് പെട്ടെന്നൊന്ന് സുവിശേഷം പറഞ്ഞിട്ട് പോരാം, അങ്ങനൊന്നും ഒരു വീടുകളും നമ്മൾ സമീപിക്കരുത്. ഒരു വ്യക്തിയെ നമ്മൾ ആ രീതിയിൽ സമീപിക്കരുത്. പെട്ടെന്നൊന്ന് പറഞ്ഞ് അങ്ങ് തീർത്തിച്ചിങ്ങ് പോരാ. അങ്ങനെ പെട്ടെന്ന് ഓടിപ്പിടിച്ചു പോയി പറയാനായിട്ടുള്ളതല്ല സുവിശേഷം. സുവിശേഷം പറയാനായിട്ട് ഇത്രയൊക്കെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും. അപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഈ സുവിശേഷത്തിന്റെ കേൾവി എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ സുവിശേഷത്തിന്റെ പ്രായോഗിക വശങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കാം. എന്നാൽ പോലും പറയുമ്പോൾ ഒരിടത്തോട്ട് ഒരു വ്യക്തിയെ നമ്മൾ സമീപിക്കുന്നു, ആ വ്യക്തിയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടി അങ്ങോട്ട് കയറി ചെന്നുകൊണ്ട് നമ്മളങ്ങോട്ട് സുവിശേഷം ഞങ്ങൾ പറയാൻ പോവാന്ന് പറഞ്ഞ് പറയുവാണോ? അങ്ങനൊന്നും നമുക്ക് സാധിക്കത്തില്ല. ഇതിനൊക്കെ എത്രമാത്രം സമയം നമുക്ക് വേണ്ടി വരും ആ വ്യക്തിയുമായിട്ട് ഒരു നല്ല അന്തരീക്ഷത്തിൽ നമുക്ക് എത്താനായിട്ടും ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പോൾ അവര് രക്ഷയ്ക്കായിട്ടുള്ള പരസ്യ പ്രസ്താവന അവർ നടത്തണം. അതിനുള്ള രീതിയിലേക്ക് വേണം നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് വെക്കാനായിട്ട്. ഇനി 6-ാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർ രക്ഷിക്കപ്പെടുന്നു. അതാണ് അടുത്ത കാര്യം. 6-ാമത്തെ കാര്യം എന്ന് പറയുന്നത്
ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു. നമ്മൾ സുവിശേഷം പറഞ്ഞ വ്യക്തി രക്ഷിക്കപ്പെടുന്നു. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 47-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് സഭയോട് ചേർക്കുന്നു. അപ്പം രക്ഷിക്കപ്പെട്ടവൻ ദൈവസന്നിധിയിലുള്ള അവകാശങ്ങൾക്കായിട്ട് എങ്ങോട്ട് ചേർക്കപ്പെടുന്നു? സഭയിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും അവൻ ആരല്ല? അന്യനും പരദേശിയുമല്ല, ദൈവഭവനത്തിൽ അവകാശിയാണ്. അപ്പൊ ഈ രക്ഷിക്കപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സഭയോട് ചേർക്കുക, ആ സഭയുമായിട്ട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു വലിയ ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഞാൻ ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ ആ വ്യക്തിയെ സ്ഥലം സഭയിലുള്ള മറ്റ് സഹോദരന്മാരെ അങ്ങോട്ടേക്ക് അയച്ച്, അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പറും വീട്ടു നമ്പറും വീടിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സഭയിലെ പ്രധാനപ്പെട്ട സഹോദരന്മാരെ അങ്ങോട്ടേക്ക് അയച്ച് അവര് മുഖാന്തരം അവരെ സഭയിലേക്ക് കൊണ്ടുവരുവാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലെങ്കിൽ അവർ സഭയിൽ വന്നതിന് ശേഷമായാലും നമ്മുടെ സഭയിലുള്ള സഹോദരന്മാര് ആയിട്ട് അവര് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം. മാത്രമല്ല പിന്നീടുള്ള ശുശ്രൂഷകള് സഹോദരന്മാർ ചെയ്യും, ഇല്ലേ? അവരെ വചനം പഠിപ്പിക്കേണ്ട കാര്യങ്ങളുണ്ട്, സ്നാനത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇനി ഈ രക്ഷയെക്കുറിച്ച് പോലും ഒത്തിരി കാര്യങ്ങൾ വീണ്ടും അവരെ പഠിപ്പിക്കാനായിട്ടുണ്ട്. നാം എന്തിനാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ചില കാര്യങ്ങളൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട്. ഈ ഭാഗത്താണ് ശിഷ്യത്വം ഒക്കെ വരുന്നത്. ഇതെല്ലാം നമ്മുടെ സഹോദരന്മാര് അവർക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു വലിയ ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു റൂട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത്, നമ്മൾ അവരോട് പറയേണ്ടത്. ഒന്ന്, നമ്മൾ കേട്ടത് സുവിശേഷത്തിന്റെ കേൾവി, സുവിശേഷം കേൾക്കണം, അതിനുവേണ്ടി നമ്മൾ പറയണം, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളവിടെ ഒരുക്കണം. രണ്ട്, പാപത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു അവബോധം അവർക്ക് കൊടുക്കാനായിട്ട് കഴിയണം. മൂന്നാമത്തെ കാര്യം, കുറ്റബോധം അവരിൽ ഉളവാകുന്ന തരത്തിൽ നമുക്ക് അവരോട് സംസാരിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? പാപത്തിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ അവരെ അറിയിക്കണം. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യം, അവർ ഏറ്റുപറയണം. ആ രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കണം. അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നു, അവരുടെ ഉള്ളിൽ കുറ്റബോധം ഉളവായി, അതിനുശേഷം എന്താണ് സംഭവിക്കേണ്ടത്? ഏറ്റുപറച്ചിലാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ ആ രീതിയിൽ അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കണം. അഞ്ചാമതായിട്ട്, അവർ ഏറ്റുപറഞ്ഞ വിശ്വാസത്തെ പരസ്യമായിട്ട് അവർ അത് പ്രഖ്യാപിക്കണം. അപ്പോൾ അഞ്ചാമത്തെ പടിയിൽ, നാലാമത്തെ പടി കഴിഞ്ഞ് അവർ ഏറ്റുപറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അഞ്ചാമത്തെ പടിയിലേക്ക് നമ്മുടെ സംസാരങ്ങളും രീതികളും അവരെ കൊണ്ട് പരസ്യമായിട്ട് അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് കഴിയണം. ആറാമത്തെ പോയിന്റ് എന്താണ്? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതും എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് അവർ രക്ഷിക്കപ്പെടുന്നുവെങ്കിൽ അവരോട് സഭയുമായിട്ട് ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കപ്പെട്ടു, അതുകൊണ്ട് ഇനി കർത്താവിന്റെ വരവെങ്കിൽ അവരവിടെ കാണും എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കാതെ കഴിവിന്റെ പരമാവധി അവരെ ഏതെങ്കിലും ഒരു സ്ഥലം സഭയുമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ നമ്മൾ ചിന്തിക്കും, നമ്മൾ സഹോദരിമാരൊക്കെ ചെന്ന് പറയുമ്പോൾ ഇതൊക്കെ കാര്യമായിട്ട് സ്വീകരിക്കുമോ, അവരൊക്കെ ഇത് അംഗീകരിക്കുമോ, എത്രത്തോളം ഇതൊക്കെ നടക്കും? ഇല്ല, നമ്മൾ അങ്ങനത്തെ ചിന്തകളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ പ്രാർത്ഥനാപൂർവം ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളെക്കാൾ ഉത്തരവാദിത്വം ആർക്കുണ്ട്? ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ദൈവം സകല കാര്യങ്ങളും ഭംഗിയായിട്ട് നിർവഹിച്ചു തരാനായിട്ട് ശക്തനായ ദൈവം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇത്തരം ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഒരു വലിയ പ്രാർത്ഥന തന്നെ നമുക്ക് ആവശ്യമാണ്. ആ പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും ക്ലിയർ കിട്ടാനുണ്ടോ? ക്ലാരിഫിക്കേഷൻ? അടുത്തൊരു ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, പോയാൽ അത് എങ്ങും എത്തത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആറാമത്തെ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്യോ? ആറാമത്തെ പോയിന്റ്, നമ്മളിപ്പോ സുവിശേഷം പറഞ്ഞു, അതായത് അവർക്ക് പാപത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തു, അവരുടെ കുറ്റബോധം ഉളവായി, അവരത് ഏറ്റു പറഞ്ഞു, പിന്നെ അവരത് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു.
രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മൾ പറഞ്ഞത്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നു. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരുമായിട്ട് ആ വ്യക്തിയെ, രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കണക്ട് ചെയ്ത് കൊടുക്കുക, അവരെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോ അവർക്ക് എവിടെയാണോ സൗകര്യം, ഇപ്പം പിന്നെ പാമ്പാടി ഉള്ള ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പുതുപ്പള്ളി വരെ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും അത് ഒത്തിരി ദൂരമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും സൗകര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം. അല്ല അവർ പുതുപ്പള്ളിക്ക് വരാനാണ് താല്പര്യമെങ്കിൽ, അല്ല ഞങ്ങൾ ഉഷാന്റിയുടെ ചർച്ചിലേ വരത്തുള്ളൂ എന്നവരങ്ങ് പറയുകയാണെങ്കിൽ അതിനുള്ള ക്രമീകരണം നമ്മൾ ചെയ്തു കൊടുക്കണം, അല്ലേ? അത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെട്ട ആരെങ്കിലും മുന്നോട്ട് വരുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാതെ രക്ഷിക്കപ്പെട്ടു അല്ലാതെ പറഞ്ഞ പോലെ ഭർത്താവിന്റെ വരവിൽ അവർ കാണും. ഇപ്പൊ ഞാൻ പലരും പറഞ്ഞു, മർത്താമായിലും ഒക്കെ ഒരുപാട് പേര് രക്ഷിക്കപ്പെട്ട് മർത്താമായിലൊക്കെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. അവർക്ക് താല്പര്യമാണെങ്കിൽ അവരെയൊക്കെ നമുക്ക് ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. നമ്മുടെ മാത്രം റോളുകൾ, നമ്മളെ കൊണ്ട് മാത്രം നമ്മുടെ ഈ റോളുകളൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ സ്ഥലം സഭയിലുള്ള പ്രിയപ്പെട്ടവരെ കൂടെ ഇതിൽ നമുക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ്. അത് പ്രാദേശിക സഭകളുടെ പങ്ക് എന്ന വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ ശ്രീകുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എന്റെ ഡൗട്ട് ഇല്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ആഴ്ച കൂടാം. എല്ലാവരും എന്നെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു, തുടർന്നും പ്രാർത്ഥിക്കുക. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇനി ഒരു സബ്ജക്ട് തുടങ്ങിയാൽ അത് എങ്ങും എത്തത്തില്ല. 15 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. തിരുവചനം നൽകുന്ന ഉൾക്കാഴ്ചകൾ എന്നും കണ്ണിനെ തുറക്കുന്നവയാണ്. പുത്രനോട് കൂടുതൽ അനുരൂപപ്പെടുവാൻ നമ്മെ സഹായിക്കുന്നവയാണ്. ആ നിലയിൽ അനേകം ഉദാത്തമായ ഉൾക്കാഴ്ചകളിൽ അനുഗ്രഹീതയാണ് പ്രിയ ലൗലി ചേച്ചി. ഇന്നും അതിന്റെ പ്രതിഫലനം നമുക്ക് ആസ്വദിക്കാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹീതമായ നിലയിൽ നമ്മുടെ മനസ്സിനെ തൊടുന്ന നല്ലൊരു സന്ദേശം നമുക്ക് കേൾക്കുവാൻ ദൈവം കൃപ നൽകി. സുവിശേഷീകരണത്തിന്റെ വിവിധ പടികൾ വളരെ അനുഗ്രഹീതമായ ഒരു ടോപ്പിക്കായിരുന്നു. നമ്മെ വീണ്ടെടുത്ത പ്രാണനാഥൻ നമ്മിലൂടെയുള്ള സുവിശേഷീകരണം, സുവിശേഷത്തിന് അനുസൃതമായുള്ള ജീവിതം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്: നാം എല്ലാവരും ഈ ഒരു ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ യാത്രക്കാരാണ്. അതിനിടയിൽ നാം ഒരു നീരുറവ് കണ്ടെത്തിയാൽ നമ്മുടെ സഹയാത്രികരെ അത് കാണിക്കാതിരിക്കുന്നത്, അതിൽ നിന്ന് അവരെ ഹൈഡ് ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് വളരെയധികം നമ്മുടെ പ്രാണപ്രിയൻ ആഗ്രഹിക്കുന്നു സുവിശേഷീകരണത്തിനെ കുറിച്ച്. ദൈവം സഹായിക്കട്ടെ. പ്രിയ ചേച്ചി, ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി ശാരീരികമായി പല പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ അതിനൊന്നും വകവയ്ക്കാതെ ഇത്രയും ആരോഗ്യത്തോടു കൂടെ പ്രിയ ചേച്ചിയെ ദൈവം കൂട്ടിക്കൊണ്ടു വന്നു. പ്രാണപ്രിയനോടുള്ള എരിവിനെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ക്ലോസിംഗ് പ്രയർ ചെയ്യുന്നതിനായി പ്രിയപ്പെട്ട സാറാമ്മ ആന്റിയെ ക്ഷണിക്കുന്നു. സാറാമ്മ തോമസ്, പ്ലീസ് ആന്റി. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വകീയ പിതാവേ, ഈ സന്ധ്യാസമയത്തിനായി ഞങ്ങളോട് നാമത്തെ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, നമസ്കരിക്കുന്ന കർത്താവേ, കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഞങ്ങൾക്ക് ബൈബിൾ സ്റ്റഡി നടക്കുവാൻ സാധിച്ചില്ല എങ്കിലും കർത്താവെ, പലവിധമായ പ്രതികൂലമായ സാഹചര്യങ്ങളായിരുന്നു പ്രിയ ലൗലിക്ക്. ഇന്ന് ഇത്രയും ആരോഗ്യത്തോടുകൂടി ക്ലാസ് എടുക്കുവാൻ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകളെ അവിടുന്ന് ബലപ്പെടുത്തിയതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഇനി ധാരാളം കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, തുടർന്നും ക്ലാസ് എടുക്കുവാനും മറ്റു ശുശ്രൂഷകളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ മകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ക്രിസ്തീയ സഹോദരി എല്ലാ ഗ്രൂപ്പുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ അഡ്മിൻസിനെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങളിലും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, ഇന്ന് രാവിലെ മുതൽ അതിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണേ. ഈ ബൈബിൾ സ്റ്റഡി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷയാണെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സുവിശേഷീകരണം നടത്തുവാൻ കർത്താവ് ഇടയാക്കണമേ. പൗലോസ് പറയുന്ന പോലെ കർത്താവെ, സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് കർത്താവെ ഒന്നും പുകഴുവാനില്ല. സുവിശേഷം ഞാൻ അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണല്ലോ. കർത്താവെ, ആ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ
ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുവാൻ നീ കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വരവെങ്കില് കർത്താവെ ഞങ്ങൾക്ക് ചില കർത്താവെ ചില കതിരുകളുമായിട്ട് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന നശിച്ചു പോകുന്ന ലോകത്തെ ഓർത്ത് കരയുവാനും ഞങ്ങളുടെ ചുറ്റുമുള്ള സമസൃഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ കർത്താവിന് വേണ്ടി നേടുവാനും കർത്താവെ ഞങ്ങൾക്ക് ഇടയാക്കണമേ. ഈ ക്ലാസ് അതിന് മുഖാന്തരമായി തീരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ടിട്ട് ആ രീതിയിൽ ഞങ്ങളുടെ കർത്താവെ ഞങ്ങൾ ആ രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ ജീവിതം ആ രീതിയിൽ ക്രമീകരിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ ശുശ്രൂഷകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടുത്ത ദിവസങ്ങളും മറ്റു ക്ലാസ്സുകളൊക്കെ നടക്കുവാനുണ്ട്. അതിലെല്ലാം സഹായിക്കണം. ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ പാട്ട് പാടിയ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ലീഡ് ചെയ്ത പ്രിയമോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലെ ധാരാളം കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവ് ഞങ്ങളെ മറച്ചു കൊള്ളണമേ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സാറിന് വേണ്ടി പ്രാർത്ഥനയിൽ സഹായിച്ചതിന്